ഹലോ. ഹലോ. ആ ലിയാഖത്തലി പറഞ്ഞ ആളല്ലേ? അതെ, ലിയാഖത്താണ്. ആ, എന്താണ്ട് പിന്നെ റംസാനായിട്ട് പണി ഒക്കെ ഉണ്ടോ? റംസാനായിട്ട് എന്താ നോമ്പൊക്കെ എടുക്കണ്ട നിങ്ങള്? നോലുമ്പോ എന്തിനാണ് നോൽമ്പെടുക്കണ്? നോമ്പെടുക്കണം. നിങ്ങള് നല്ല മനുഷ്യന്റെ ഒരു കാലത്ത് നല്ല മനുഷ്യന്മാര് നോലുമ്പെടുത്താലേ നല്ലതാവുള്ളൂ. നിങ്ങള് നല്ല മൊയ്ലാരാണെന്നല്ലേ പറയണേ? ആരാ പറഞ്ഞേ? നിങ്ങള് നല്ല പഠിപ്പൊക്കെ ഉള്ള ആളാന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ആരാ അങ്ങനെ പറഞ്ഞ? ആരാ ഈ അപവാദം കുറിച്ച് പറഞ്ഞത്? അപ്പൊ അത് കോട്ട എന്താണ് ആ ലൈറ്റ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? എന്താ അവിടെ നിങ്ങളെ കുടുംബക്കാര് ലൈറ്റ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അവിടെ? എവിടെ? എന്താ എന്ത് പാടാണ്? എന്താ കുട്ടപ്പാടോ എന്താ? കോട്ടോപ്പാടോ? കോട്ടാപ്പാടം. അവിടെ ലൈറ്റ് സൗണ്ട് ഒക്കെ നടത്തുന്ന ആൾക്കാർ നിങ്ങളെ കുടുംബക്കാരല്ലേ? എന്ത് നടത്തുന്ന ആൾക്കാര്? ലൈറ്റ് സൗണ്ട് ലൈറ്റ് സൗണ്ട് എന്റെ കുടുംബക്കാർക്ക് ലൈറ്റ് സൗണ്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ആ, ശരി. ഞാനവർക്ക് വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളായിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ചതാ. ശരി. അപ്പൊ എന്താപ്പോ നിങ്ങളിപ്പോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് ആൾക്കാര് നാസാകുമല്ലോ. എന്താപ്പത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് വേറും ഒരു കച്ചറ സ്വഭാവത്തിന് മാറുമല്ലോ. അതായത് മതമില്ലാതെ കഴിഞ്ഞാ എന്താ ഒരു അതിർത്തി ഉള്ളത്? അല്ലല്ല, ഒരു കൃത്യത വേണം. നമ്മളെന്തെങ്കിലും നമുക്ക് വെറുതെ വേവലാതി പൂണ്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താ നമുക്ക് സമാധാനത്തിൽ ഇത് പറഞ്ഞോക്ക എന്താ സംഭവിക്കാൻ നോക്കാം. ഒരു കല്യാണാണെങ്കിലും ഒരു എന്ത് പരിപാടി ആണെങ്കിലും എന്താണെങ്കിലും മതല്ല അതിന്റെ അടിസ്ഥാനം ഉണ്ടാകുക. അല്ല അത് മതല്ല അടിസ്ഥാനം ഉണ്ടാകുക. അങ്ങനെ പറഞ്ഞത് അല്ലാന്ന് അല്ലേന്ന് വെച്ചാൽ അല്ലാന്നാണ് ഈ പറയണേ. പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയാൽ എങ്ങനെ? ഒരു കല്യാണം നടക്കാന്നെങ്കിൽ അതിനൊരു ഇത് വേണ്ടേ? ഒരു ഉമ്മയും ബാപ്പയും മക്കളും കുടുംബമായിട്ട് ജീവിക്കുമ്പോ അതിനൊരു മര്യാദ ഇതൊക്കെ വേണ്ടേ? ഞാനും എന്റെ മക്കളും ഭാര്യയും ഒക്കെ കുടുംബമായിട്ട് തന്നെയാണല്ലോ ജീവിക്കണേ. എന്താ കുഴപ്പം? അതൊരു നിങ്ങൾ പറഞ്ഞതിലൊന്നും ഒരുപാട് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ മലയാളികള് ജീവിക്കണ അതേ ലെവല് അതൊക്കെ ഒരു പിന്നെ എന്താ പ്രശ്നം അറിയോ? നിങ്ങൾ പറയണതിൽ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണെന്ന് മനസ്സിലാവണില്ല. അല്ല, ഞാനും ഉദ്ദേശം ഞാൻ നല്ല ഉദ്ദേശം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ നാശായി പോവാന്ന് എന്തോ പറഞ്ഞതിന്റെ അടിയല്ലേ? ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്താല് കുറെ ആൾക്കാർ നാശായി പോകുന്നതാണ്. എന്താണ് നന്നാവലും നാശാവലിന്റെ മാനദണ്ഡം എന്താ? അല്ല, നമ്മളെ കേരളത്തിന്റെ അതേമാതിരിയല്ല, ഒരു യൂറോപ്യൻ കൺട്രിയിലാണല്ലോ നിങ്ങൾ പോണ്. യൂറോപ്യൻ കൺട്രിയും കേരളമായിട്ട് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പറയേണ്ടത്. പിന്നെ നമ്മളിപ്പോ സിറിയയിലെയും ബംഗ്ലാദേശിലെയും പോലെ പോണോ? ആണെങ്കിലും അതൊരു അല്ല, നിങ്ങളത് പറയും. സിറിയയിലും ബംഗ്ലാദേശിലൊക്കെ പോലെ പോണോ? നല്ലതാണോ? അല്ല, അതൊന്നും നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയണ ഒരു കാര്യമല്ലല്ലോ. അതാ പറഞ്ഞ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവും, ഞമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവും, വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാവും. നമ്മളെ ഈ പാവപ്പെട്ട രാജ്യല്ലേ കേരളം. അങ്ങനെയല്ല, ഇതിനെ എന്താ അറിയോ, വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങള് നന്നാവുക നാശാവുക എന്നുള്ളതിന്റെ മാനദണ്ഡം ഒരാൾ മുസ്ലിം ആണോ മുസ്ലിം അല്ലേ എന്നുള്ളതാണോ? അതാണ് എന്റെ ചോദ്യം. അതാണ് നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഒരാള് മുസ്ലിമായ നന്നായി എന്നും ഒരാളും ഇസ്ലാം മതം ഉപേക്ഷിച്ച ആള് നാശായി എന്നും അങ്ങനെയാണോ അതിന്റെ കണക്ക്? അല്ല, നിസ്കാരം എന്ന് പറഞ്ഞാല് അതൊക്കെ വിടി. ഇബാദത്തും ആരാധനയും ആരാധനയും ആചാരമൊക്കെ വിടി. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നന്നാവുക നാശാവുക എന്നുള്ള പ്രയോഗത്തിൽ ഞാൻ എന്റെ വീഡിയോ കേട്ടിട്ട് ആൾക്കാർ നാശാവും എന്നാണ് നിങ്ങൾ ആശങ്ക പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നന്നാവുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുക എന്നും നാശാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുക എന്നുമാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതാണോ ഒരടിസ്ഥാനം? നന്നാവുന്നതിന്റെയും നാശാവിന്റെയും മാനദണ്ഡം ഇസ്ലാമാണോ? നന്നാകുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായില്ലേ? അതിലൊരു കാര്യം അല്ല, അത് നിങ്ങൾ പറയും. ഇതാണ് പറഞ്ഞോളി, എന്നിട്ട് നിങ്ങൾ വിശദീകരിച്ചോളി. നന്നാവുക നാശാവുക എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുക മുസ്ലിം അല്ലാതാവുക അങ്ങനെയാണ് അർത്ഥം. മുസ്ലിം അല്ലാതെ ആകണല്ല, അതില് ആ കാര്യത്തിനോടല്ല യോജിപ്പ്.
പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വീഡിയോ കേട്ടിട്ട് ആൾക്കാർ നാശാവെന്ന് പറഞ്ഞത്? അത് പറഞ്ഞത് നിങ്ങളെ വീഡിയോ കേൾക്കാന്ന് പറഞ്ഞാല് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ അതില് വർത്താനം പറഞ്ഞിട്ട് നിങ്ങളായിട്ട് ചോദിക്കാണ്. ചോദിക്കല്ല, നിങ്ങളുടെ സംസാരം നമ്മുടെ ഈ ആരിഫ് ഹുസൈന്റെ എന്നോട് പറയും. നിങ്ങൾ എന്റെ കാര്യം മാത്രം പറയും. ഞാൻ ഇപ്പൊ നിങ്ങളോട് വേറെ ആൾക്കാരെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരിഫ് ഹുസൈന്റെ സംസാരം ഞങ്ങളോട് ഇപ്പൊ അബ്ദുൽ നാസർ മദനിയുടെ കാര്യമോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദന്റെ കാര്യമോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളോട് പറയണ കാര്യം നിങ്ങൾ എന്നോട് കാര്യം പറയും. പ്രാദേശികമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. അല്ല, ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞോളി, നിങ്ങൾ എന്നോട് സംസാരിച്ചോളി. നിങ്ങൾ ഇത് പറഞ്ഞു എന്താണ് നിങ്ങൾ എന്റെ വീഡിയോ കേട്ടിട്ട് ആൾക്കാർ നാശാവും എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങൾ പറഞ്ഞുതരും. എന്റെ വീഡിയോ കേട്ട ആൾക്കാർ എങ്ങനെയാണ് നാശാവുക? അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എനിക്കറിയണല്ലോ. അതാണ് ഞാൻ ചോദിക്കണേ. നിങ്ങളുടെ സംവാദത്തില് പല ആൾക്കാരും സംവാദത്തായിട്ട് സംസാരിക്കുമ്പോ അതില് ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയണത് ചരിത്രത്തില് ഒരു മുസ്ലിംമാരും പറയാത്ത സംസാരങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിനിപ്പോ അത് ഓല് പറയാത്ത നമ്മള് കുറ്റക്കാരനല്ലല്ലോ. എന്തായാലും ഈ ആകത്തുമായി ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊരു രക്ഷ ഉണ്ടാവൂലല്ലോ. നിങ്ങൾ ഇത് പറയും. നിങ്ങൾ പറഞ്ഞിടത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണയിലാണ്. ഇസ്ലാമാണ് ഉപേക്ഷിച്ച ആൾക്കാരാണ് നാശമായി പോകുന്നതാണ് ധാരണ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ മഹാസംഭവമാണെന്നാണ്. ഒന്നുമല്ല. കുറെ മതങ്ങളുണ്ട്, കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അതിത്തൊരു മതം, അതിത്തൊരു അന്ധവിശ്വാസം. അതിൽ തന്നെ വിശ്വാസത്തിലിരിക്കുന്ന മനുഷ്യന്മാർ ഈ കോലത്തിൽ ജീവിതം ഇടങ്ങേറാക്കുന്ന, നരകമാക്കുന്ന വേറെ പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാമിനെ പോലെ. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും വിശ്വാസത്തിലിരിക്കണവർക്കും വിശ്വസിക്കണവർക്കും ആരാധന നടത്തുന്നവർക്കും ഒന്നും സമാധാനമില്ലാത്തൊരു മതം. ഇപ്പൊ ബംഗ്ലാദേശിലും സിറിയയിലും ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ നടക്കണങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ ഇത് കേരളം എന്ന് പറഞ്ഞാല് എല്ലാ മതങ്ങളേറ്റവും സൗഹാർദ്ദമായിട്ടുള്ള മതമാണ്. അതെ അതെ അതെ, അത് അങ്ങനെ വേണം. പക്ഷെ ഇസ്ലാമിന് അങ്ങനെയൊന്നും കാഴ്ചപ്പില്ല. ഇസ്ലാമിന് അങ്ങനെയൊന്നും കാഴ്ചപ്പാടില്ല. അത് ഇസ്ലാമിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ മതങ്ങളോട് സൗഹാർദ്ദം. എന്തിനാ? അവനവന്റെ മതങ്ങളിൽ തന്നെ സൗഹാർദ്ദം ഇല്ല ഇസ്ലാമില്. പിന്നല്ലേ അവനവന്റെ മതത്തില് പറഞ്ഞ സൗഹാർദ്ദമില്ലാത്ത മുജാഹിദും ജമാഅത്തും ഇസ്ലാമിയും ആണെങ്കിൽ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറയില്ലേ? ഇവിടെ ഇപ്പൊ പട്ടാമ്പി ഭാഗത്താണ് പിന്നെ ഞാനുള്ളത്. പട്ടാമ്പി ഭാഗത്തുള്ള ആളില് പട്ടാമ്പി നേർച്ച അവിടെ കമ്മിറ്റി നടത്തുന്നതല്ല. അതിന് സമുദായത്തിന് ഓരോരുത്തര് പല ചെയ്ത് തെറ്റുകളും ചെയ്യുമ്പോ അതിനൊന്നും അത് മറ്റുള്ള മതക്കാര് കൂടുമ്പോ അതിന് കർശനായിട്ട് എതിർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് എതിർപ്പ് നടത്താത്തത്. മറ്റുള്ള മതക്കാർക്കൊരു സൗഹാർദ്ദം ആയിക്കോട്ടെ. മറ്റുള്ള മതക്കാരെ ദേശീയോത്സവമായിട്ട് നടത്തുമ്പോ അങ്ങനെ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അനിസ്ലാമികമാണെന്നല്ലേ വെപ്പ്? അനിസ്ലാമിക എന്നുള്ള വെപ്പ് എന്ന് പറഞ്ഞാല് ഈ കാലഘട്ടം അതല്ലേ സത്യം. ഇപ്പൊ അതേപോലെയാണെന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട്. അത് ഗൂഗിൾ പേ ശരിക്കും ഇസ്ലാമികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്താ ഗൂഗിൾ പേക്ക് എന്താ പ്രശ്നം? ഗൂഗിൾ പേ ചോദിക്കുന്നുണ്ട്. അത് പലിശയായിട്ട് ബന്ധപ്പെട്ടല്ല. അതൊന്നും ഒറിജിനലി ഇസ്ലാമികൾക്ക് പറ്റുന്നതല്ലല്ലോ അത്. ഇനി ഒറിജിനൽ ഇസ്ലാം പറഞ്ഞ സാധനം ഇന്ന് പുറത്തേക്ക് എടുക്കാൻ പോലും പറ്റൂല. മനസ്സിലായോ? നമ്മളൊരു പരുവത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ യഥാർത്ഥ ഇസ്ലാമാണ് ഏറ്റവും മുന്തിയത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ നടക്കുകയും ആ ഇസ്ലാം വെച്ചിട്ട് ഞമ്മക്കൊക്കെ മാർക്കിടും. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്താ? ഇന്റെ വിഷയങ്ങൾ സംസാരങ്ങൾ കേട്ടാൽ ആൾക്കാർ നാശമായി പോവുമല്ലോ എന്നാണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയണില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പത്തരമാറ്റ് പഞ്ചാരക്കട്ട സാധനം, ബാക്കിയുള്ളതൊക്കെ പേച്ചത്. ഇത് ഇങ്ങനെ ഒരു ചിന്ത, ഈ ചിന്ത തന്നെ മനുഷ്യത്വ വിരുദ്ധാണ്, വിവരക്കേടാണ്. അത്തരം ചിന്തകളിൽ ആൾക്കാരെ കൂട്ടിയിടുക, എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക. അതിനോട് യോജിക്കണം. പക്ഷെ വന്നിട്ട് ഈ യോജിക്കണവര് നിങ്ങളുടെ കൂടെ കൂടാന് ആൾക്കാരെല്ലാരും ഉണ്ടാവും. പക്ഷെ വന്നിട്ട് ധൈര്യത്തിൽ ഇറങ്ങാനും ധൈര്യം ഉണ്ടാവില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യം ഇല്ലാത്ത ഈ ഉമ്മത്തിനെ പേടിച്ചിട്ടാണേ ഒരു ജീവിക്കാൻ പറ്റാത്ത കൊലത്തിലാക്കി തീർക്കൂലേ. നിങ്ങൾ പറയുന്നത് പരമാർത്ഥാണ്. അത് പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പെടുകയില്ല. അപ്പൊ എന്നെ പറയും ഞാന് അവ പട്ടാമ്പിന്ന് അങ്ങനെ
നല്ല കുടുംബത്തിലുള്ള ആളായിരുന്നു സംസു, അവനും പോയി അറിയും. അതാണ് സംഭവിക്കുക. സംസും പോയി അറിയും. പറഞ്ഞോടുകൂടി നിങ്ങളെയും പുറത്താക്കും. അതാണ് സംഭവിക്കണത്. നമ്മളെന്താ വെച്ചാ നമ്മളെ തറവാട് പറഞ്ഞ മുസ്ലിം വീട്ടിൽ നിന്ന് പറഞ്ഞ തറവാടാ. ഈ മുസ്ലിം വീട്ടിൽ നിന്നുള്ള തറവാടില് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ മുസ്ലിയാക്കന്മാരാ. അപ്പൊ അയിന്ന് പോയി കഴിഞ്ഞാ അയിന്ന് ഞാന് നിങ്ങള് പറഞ്ഞത് ശരിയാണ് പറഞ്ഞ അവനെയും പുറത്ത് തട്ടണം, അവനും ശരിയല്ല, അവനെ മയ്യത്ത് മാറാൻ കൂടി പറ്റൂല. അതാണ്. അപ്പൊ ഇത് ആരെ കുഴപ്പാ? നിങ്ങളെ ഇന്ത്യൻ കുഴപ്പാണോ ഈ മതത്തിന്റെ കുഴപ്പാണോ? ഒരാൾക്ക് ഒരു സത്യം മനസ്സിലായി അയാളുടെ അഭിപ്രായം പറഞ്ഞാല് ഓനെ പിന്നെ വീട്ടിൽ കയറ്റണ്ട, ഓനെ മരിച്ചാ കുഴിച്ചിടൂല, ഓന്റെ കല്യാണം നടത്തി കൊടുക്കൂല, ഓനെ കുടുംബത്തിൽ കൂടൂല എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യല്ലേ? അത് ആര് ചെയ്താലും. അതെന്താണെങ്കിലും അതിവിടെ നടക്കണ കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ മാതിരി പിന്നെ ഈ ഞാനിങ്ങനെ കൂടി, ഞാനിപ്പോ ഒരു മുസ്ലിമായിട്ട് അല്ല ലിയാഖത്ത് ഭായിയുടെ ഒരു സംസാരം കേട്ടു, അത് ശരിയാണ് എന്ന് പറഞ്ഞു കൂടി. അതില് നോറ്റിക്ക് ഒരു 99% ഇതില് ശരിയാണ്. കാരണം അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ ദുർലഭേ കിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഇസ്ലാമികമായിട്ട് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിക്കാന് വളരെ ദുർലഭമാണ്. അങ്ങനെ ആൾക്കാർക്ക് ആഗ്രഹം നടക്കൂലാത്തോണ്ടാണ്. എന്തൊക്കെ പറ്റൂലെന്നറിയോ? അതില് എനിക്ക് സംസ് പറഞ്ഞ ആൾക്ക് മാത്രല്ല, അതില് എന്ന് പറഞ്ഞത് പിന്നെ പലിശ മേടിക്കാൻ പാടില്ല, ഈ പെണ്ണുങ്ങൾ പുറത്തേക്ക് കിടക്കുമ്പോ അവരെ കാണാൻ പാടില്ല, പിന്നെ ഈ പെണ്ണുങ്ങളായിട്ട് പ്രായപൂർത്തിയായ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ നമ്മളെ ഏട്ടന്റെ അനിയന്റെയും ഭാര്യമാര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടുണ്ടോ, മിണ്ടാൻ പാടുണ്ടോ? മിണ്ടാൻ പാടുണ്ടോ? പിന്നെ ഈ പുറത്തേക്ക് എന്ത് കാര്യത്തിനാ പുറത്തേക്ക് ഇറങ്ങുക? ഒരു ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ പെണ്ണുങ്ങളായിട്ട് ചിലപ്പോ ചോദിക്കേണ്ടതുണ്ടാവും. അതെന്താ അതൊക്കെ നിങ്ങൾ പറഞ്ഞ് വളരെ വളരെ 100% ശരി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് പറഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അത് ശരിയാണ്. അതന്നെ ജീവിക്കാൻ ഇസ്ലാമികപരമായിട്ട് ജീവിക്കാൻ പ്രയാസമാവും. ഇസ്ലാമികപരമായിട്ട് ജീവിക്കാന്ന് പറയണത് ഇന്നത്തെ കാലത്ത് നടക്കാത്ത കാര്യമാണ്. അതിന് ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പുതിയ ഇസ്ലാം ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് കുറെ ആൾക്കാർ അങ്ങനെ ആ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളില് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാണ്. അപ്പൊ ഇതൊരിക്കലും നാശാവല്ല. സത്യം പറഞ്ഞിട്ട് ആരും നാശാവൂല. സത്യം പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ പ്രയാസപ്പെട്ടു, അത്രേ ഉള്ളൂ. അല്ല, വേറെ കാര്യം കൂടി ഉണ്ട്. ചില സമയത്ത് നിങ്ങൾ ഭ്രാന്തനായി പോകും. കാരണം എന്താ, ഇതിനൊരു അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഭ്രാന്തനാക്കും. ഏതിനടിസ്ഥാനമല്ല പറഞ്ഞ? അതെ അതെ. ഈ സൃഷ്ടിപ്പിന് ഒരു സൃഷ്ടിപ്പുണ്ടോ ഇല്ല, ആര് സൃഷ്ടിച്ചു? എം.എൻ. കാരശ്ശേരി പറഞ്ഞ പോലെ എനിക്ക് മതം ഉണ്ടോ ഇല്ല, അല്ല ദൈവം ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല എം.എൻ. കാരശ്ശേരി പറഞ്ഞു. സത്യല്ലേ? കാരശ്ശേരി മാഷ് പറഞ്ഞു. ആൾക്കറിയില്ലാത്തോണ്ട് ആള് പറഞ്ഞു. മൂപ്പര് അത്യാവശ്യം 10-73 സത്യസന്ധമായിട്ടുള്ള നിലപാട്. അതല്ലാതെ ഇല്ലാത്ത ദൈവത്തിന് തെളിവുണ്ടാക്കി നടക്കലല്ലോ. എം.എൻ. കാരശ്ശേരി അതേ നിലപാടാണ് നിങ്ങൾക്കുള്ളത്. എനിക്ക് കാരശ്ശേരി മാഷിന്റെ നിലപാടല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ ബഹുമാനിക്കും. ഇപ്പൊ നിങ്ങള് ദൈവത്തിനൊരു പിന്നില് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലെ? അതെ 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 അതെ. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ ആ വിശ്വാസത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യും. ഇതൊന്നും മറ്റുള്ള മനുഷ്യനെ ബാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇതിനൊരു പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു, അത് ഇന്നെ ബാധിക്കൂല, നിങ്ങളെ അയൽവക്കത്തുള്ള മനുഷ്യന്മാരും ബാധിക്കൂല. മത്തന്റെ വള്ളി അല്ല, മത്തന്റെ വിത്തിട്ട് കഴിഞ്ഞാൽ കുമ്പളം മുളക്കണില്ലല്ലോ. ഇല്ല. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രിതാവ് ഉണ്ടാവുമല്ലോ, നിയന്ത്രിതാവ്. നിയന്ത്രണം, അതിന്റെ കംപ്ലീറ്റ് നിയന്ത്രണം നടക്കുന്ന ഒരാള്. നിയന്ത്രണം നടത്തുന്ന ആരാണ്? അതിപ്പോ ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കണവർക്കും അതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യതല്ല. പിന്നെ ഓല അതിനെ പറഞ്ഞ് തല്ലൂടാണ്. അതിനെ പറഞ്ഞ് തല്ലൂടാണ്. അത് ബ്രഹ്മാവാണ്, അത് യഹോവയാണ്, അത് അള്ളയാണെന്നും പറഞ്ഞതിൽ കമ്മിട്ടല്ലാണ്. ഈ 3 കൂട്ടരടുത്ത് തെളിവൊന്നുമില്ലേ? ദൈവത്തിന്റെ മലക്കുകള് ഒരുപാട് മലക്കുകളുണ്ടല്ലോ, കണ്ടമാനം മലക്കുകളുണ്ടല്ലോ. ഒരു കഥ അങ്ങനെ ആൾക്കാർ, കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. മലക്കുകൾക്ക് പല കഴിവുകളും
മലക്കുകൾ ഇത് പറഞ്ഞത് അങ്ങനെയൊക്കെ കഥയാണ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളെ കുട്ടികള് പാടിക്കണ. നമ്മള് ചെറിയ കുട്ടികളാവുമ്പോ ഞാനൊക്കെ ഉണ്ടല്ലേ ഓം ഹ്രീം കുട്ടിച്ചാത്താറിനു മായാവി എങ്ങാനും വന്നാലോചിച്ചിട്ട് കൊറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരൂലെന്നും ഇത് വെറും ഒരു കഥയാണെന്നും രാജു രാധയൊന്നും ശരിക്കുള്ള ആൾക്കാരല്ലാന്നൊക്കെ മനസ്സിലാവുമ്പോ നമ്മളെ കുട്ടി മനസ്സൊക്കെ മാറണം. അങ്ങനെ വലിയ ആൾക്കാരായാലും നമുക്ക് മനസ്സിലാവൂലാത്ത ചില കാര്യങ്ങളാണ് ഈ അള്ളയും ജിബ്രീലും അസ്രായേലും മീക്കായിലും ഒക്കെ. അത് നമ്മുടെ ഈ ഓരോ കഴിവ് ഇപ്പൊ മമ്മൂട്ടിക്ക് മോഹൻലാല് സുരേഷ് ഗോപി അവരമായിട്ടുള്ള കഴിവ്, ദിലീപ് അവരമായിട്ടുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാകും. അതെ, നിങ്ങൾ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്ന ഒരു കഴിവ് പറഞ്ഞുതരുമോ? എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? വെറുതെ നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ ഇന്റെ കുറെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ, എനിക്ക് എന്തെങ്കിലും കഴിവുണ്ട് നിങ്ങൾക്ക് തോന്നിയോ? അന്ന് അറിയാൻ വേണ്ടിട്ടാ ഒരു കൗതുകം. നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ, നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് കഴിവുണ്ടല്ലോ. മറ്റെല്ലാവർക്കും ഉള്ളതല്ലേ, ഇപ്പൊ നിങ്ങൾക്കും ഇല്ലേ? എന്നോട് സംസാരിക്കുന്നത് വളരെ നിങ്ങളുടെ ബുദ്ധിപരമായ സംസാരം തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ബുദ്ധിപരമായിട്ട് സംസാരിക്കല് പറഞ്ഞാൽ അതില് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ചിന്താശക്തിയോട് കൂടിയിട്ട് സംസാരിക്കലും ആ ചിന്താശക്തിയോട് കൂടി സംസാരിക്കണ ആള് ലിയാഖത്ത് അലി അല്ല. ലിയാഖത്ത് അലി സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഈ മറ്റേ ആരിഫ് ഹുസൈന് സംസാരിക്കണില്ല. ആരിഫ് ഹുസൈന് വെറും BJP-ക്കാരെ അതേ സംസാരമായിട്ടുള്ള സംസാരം. ഓരോ മനുഷ്യന്മാരോ ഞങ്ങൾ ഇന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ വേറെ ആൾക്കാരെ അത് ഓരോ മനുഷ്യന്മാരും ഓരോ കോലത്തിലല്ലേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ സംസാരത്തിലാണ് ആൾക്കാർക്ക് ഒരു കുറച്ച് വീര്യം കൂടിയ സംസാരങ്ങൾ നിങ്ങളുടെയിലാണ്. ഓരോ ചരിത്രങ്ങളെ പിന്നെ മുൻനിർത്തിയിട്ട് സംസാരിക്കാം. സംസാരിക്കുമ്പോ അത് ആൾക്കാർക്ക്, അത് ഈ പഠിപ്പുള്ള ആൾക്കാർക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണില്ല. അതായത് പഠിപ്പുള്ള ആൾക്കാർക്ക് ഇന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണോ? ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ കുറെ കണ്ടമാനം ആൾക്കാര് പിന്നെ ചോദ്യം ചെയ്യൂലേ, നിങ്ങളെ ചോദ്യം ചെയ്യൂലേ? അത് നേരെ അത് ചോദ്യം ചെയ്യാന് ആരിഫ് ഹുസൈനെ വെച്ചിട്ട് ചോദ്യം ചെയ്യാന് വിജയിക്കും. നിങ്ങളായിട്ട് ചോദ്യം ചെയ്താൽ വിജയിക്കാൻ പ്രയാസാ. ശരി, അതുകൊണ്ടാണോ ആൾക്കാർ ഇന്റെ നേരെ വരാത്തത് മൂല്യന്മാരെന്നോ? അത് വരാത്തത് എനിക്ക് 100% അതാ തോന്നുന്നുണ്ട്. ശരി, ഉസ്താദുമാരൊക്കെ ഒഴിവില്ലായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത്ര വലിയൊരു സംഭവം അല്ലാത്തോണ്ടൊക്കെ ആയിരിക്കും. ശരിയാവുന്ന നമ്മള് ഓരോ ആളുകളും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളുടെ ബോധ്യങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങളെ അഭിപ്രായം പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാൻ പറയും, അങ്ങനെ പോവും. അപ്പൊ ആൾക്കാർക്ക് ഇതെല്ലാം കണ്ടും കേട്ടും ചിന്തിച്ചും ആലോചിച്ചും വർത്താനം പറഞ്ഞും സത്യം മനസ്സിലാക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും എന്താ ഓരോ കാര്യത്തിലും ഇപ്പൊ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അപ്പൊ അതില് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഓരോരുത്തരും ആലോചിച്ച് തീരുമാനിച്ച് ചിന്തിച്ച് അല്ലെ, അവരുടെ ബുദ്ധിക്കനുസരിച്ച് ബോധ്യപ്പെട്ട് ജീവിക്കുമ്പോഴാണല്ലോ അതിനൊരു സുഖം ഉണ്ടാവുക. അതാണല്ലോ ഒരു ആത്മാർത്ഥമുള്ള ജീവിതം. മറ്റേതിപ്പോ ഒരാൾ പറഞ്ഞു അത് വിശ്വസിച്ചു കേട്ടു അങ്ങനെ പോകുമ്പോ എങ്ങനെയൊക്കെ പോയാലും ഉള്ളിന്റെ ഉള്ളിൽ ഇതുള്ളതൊക്കെ തന്നെ ആയിരിക്കൂലേ എന്നൊരു സംശയം വരുവേ. അതിന് പകരം നമ്മളായിട്ട് പഠിച്ച് നമുക്കത് ബോധ്യപ്പെട്ട് നമ്മൾ ജീവിച്ച്, അതിപ്പോ ഈമാൻ ഉള്ളതായിട്ടും മുർത്തതായിട്ടാണെങ്കിലും അതിനൊരു സുഖമുണ്ട്. നമ്മുടെ പൂർണ്ണ ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്. എന്തായാലും അങ്ങനെ നടക്കട്ടെ. അതായത് പിന്നെ പാറകളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് ഞാൻ ഭൂമിക്ക് ഹാനിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാ പറയണു. അപ്പൊ ഈ പാറകളും പർവ്വതം കൊണ്ടാണല്ലോ ആൾക്കാർ ഇടിച്ചു നിരത്തിയിട്ട് ഈ കുണ്ടും കുഴിയും ഇതൊക്കെ ആക്കണത്. അപ്പൊ ആ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇസ്ലാമികപരമായിട്ട് പാറകളും പർവ്വതങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. പ്രകൃതിമ തൊടാൻ പാടില്ല. കാരണം ഇത് അള്ളാഹ് കറക്റ്റ് ആയിട്ട് സംവിധാനിച്ചു വെച്ചല്ലേ. ഒരു കുന്നും മല ഇടിച്ചിട്ട് അവിടെ പള്ളി നോളജ് സിറ്റി ഒക്കെ ഉണ്ടാക്കുക, അതൊക്കെ പ്രയാസാണ്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രയാസാണ്. അത് നിങ്ങൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോ ലാസ്റ്റ് പറഞ്ഞത്, അതായത് പ്രകൃതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വളരെ അതായത് ഖുർആനിൽ പറഞ്ഞതാണ്. പക്ഷെ ആൾക്കാർ ഇങ്ങനെയൊന്നല്ല മതത്തിനെ കാണുന്നതും മതം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതേ. മതം എന്ന് പറഞ്ഞത് ഇപ്പോ പലയിടത്തും മനുഷ്യരുടെ ജീവൻ എടുക്കാൻ കാരണമാകുന്ന, ജീവൻ പോകാനും മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനും കാരണമാകുന്ന വലിയ പ്രശ്നമായിട്ടാണ് രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കുന്നത് പലയിടത്തും.
ആളുകളെ ചൂഷണം ചെയ്യുക. ഇപ്പൊ എന്റെ നാട്ടില് മണ്ണാർക്കാട് ഒരു പുതിയതായിട്ട് പൊന്തി വന്ന ഒരു തങ്ങളുണ്ട്. എന്താണ് ആളുടെ പേര്? നൂറെ ഹബീബി തങ്ങള്. അപ്പൊ ആ തങ്ങള് ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര സാമ്പത്തിക വിജയമാണ്, ഭയങ്കരമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് അവിടെ വന്ന് മറിയുന്നത്. അത് കണ്ടപ്പോ നമ്മള് വലിയ വലിയ കറാമത്ത് ഉസ്താദ്മാർക്കൊക്കെ ഹാലിളകിയിരിക്കണേ. ഹേപ്പി അബൂക്കർ മുസ്ലിയാർക്കും കൂട്ടർക്കും ഇയാള് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത്. ആര്? ആറ്റക്കോയ തങ്ങള്. പക്ഷെ ഓരോരുത്തുള്ളതൊക്കെ ഭയങ്കര ഒറിജിനലാണ്. ആ മുടി മുക്കിയ വെള്ളം, പൊടി കലക്കിയ വെള്ളം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അത് ഭയങ്കര സംഭവം. ആറ്റക്കോയ കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോ അത് ഓൽക്ക് കണ്ണുകടി. അപ്പൊ ആക്ച്വലി നമ്മൾ പറയണെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യും. ഇപ്പം AP-ന്റെ കറാമത്ത് കേട്ടിട്ട്, CM വലിയുള്ളതിന്റെ കറാമത്ത് കേട്ടിട്ട് പൈസ ചൂഷണം ചെയ്ത് ആൾക്കാരെ പണം പിടുങ്ങുന്നതും ആറ്റക്കോയ കൊടിമരത്തിൽ പൈസ വീഴുന്നിട്ട് പൈസ ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിതാണ് പറയണത്. അതിപ്പോ ഇനി ഹിന്ദു മുസ്ലിം ആയാലും മക്കത്തും മദീനത്തും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും, അതേപോലെ കുംഭമേള എന്ന് പറഞ്ഞിട്ടും ശബരിമല എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആളുകളുടെ വിശ്വാസത്തെയും ആളുകളുടെ ദൈന്യതയെ മുതലെടുത്ത് ചൂഷണം ചെയ്ത് പണം തട്ടി ഇങ്ങനെ തിന്നു കൊഴുക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതൊക്കെ ശരിയാണ്. എന്തായാലും പറഞ്ഞത് അസൂയാന്ന് പറയാം. അതിനെന്താ വെച്ചാൽ അത് അസൂയാന്ന് പറയും. അതെ, പിന്നെ അസൂയാന്ന് പറയാം. അതിപ്പോ ഒറ്റ വാക്കിൽ പറയാ അസൂയാണ്. അത് പോട്ടെ, അതല്ല ഞാൻ പറഞ്ഞതിന്റെ ആളുകളെ അസൂയ. പിന്നെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് പരസ്പരമുള്ള അസൂയനെ കുറിച്ചല്ല ഞാൻ പറയണത്. ഇതില് പണം മുടക്കുന്ന സാധാരണക്കാര് പ്രതീക്ഷ വെച്ചിട്ട് പൈസ ചെലവാക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഇവർ ചൂഷണം ചെയ്യല്ലേ ചെയ്യുന്നത്, ഏത് മതക്കാരായാലും. മനസ്സിലായോ? അപ്പൊ അത്തരം ചൂഷണങ്ങൾ ഒരു ഭാഗത്തും, മറുഭാഗത്തും മതം കൊണ്ട് മനുഷ്യന്റെ സമാധാനവും സമാധാനത്തോടുള്ള ജീവിതവും തന്നെ ഇല്ലാതാവുന്ന, യുദ്ധവും കെടുതിയും അക്രമവും ഉണ്ടാവുന്ന വേറെ സംവിധാനം ഇപ്പുറത്തും. അപ്പൊ ഇതെല്ലാം കൊണ്ടും മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലാത്തൊരു സാധനമായിട്ട് മതം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യരെല്ലാവരും ഒരേപോലെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളും വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് സ്നേഹിച്ചും സഹകരിച്ചും നാട്ടിൽ ജീവിക്കാൻ പറ്റണം. ശൈത്താനില്ലാതൊന്നും പറഞ്ഞത് ഞാൻ വിശ്വാസം ഉണ്ടാവില്ല നമുക്ക്. എങ്ങനെ? ശൈത്താനിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ശൈത്താന് പറഞ്ഞത് നമുക്ക് നേരത്തെ അനുഭവം ഉള്ളതല്ലേ. അത് ശരി. അതൊക്കെ നേരത്തെ അനുഭവം ഉള്ളതല്ല. ശൈത്താന് അതൊക്കെ അനുഭവം ഉള്ളതാണ്. അതെന്താ അതിപ്പോ അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ട. പക്ഷെ ഞമ്മക്കിപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാന്, അതായത് നിങ്ങൾ പറഞ്ഞ അതേമാതിരി ജീവിക്കാന് പിന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രയാസം തന്നെ ആവും. കാരണം വെച്ചാല് കുന്നുകളും മലകളും നിരത്തിയിട്ട് ജീവിക്കാന് അത് നിരത്തൂലെന്ന് വിചാരിച്ചാൽ അതേമാതിരി കിണറടിക്കൂല, വെള്ളം കെട്ടി നിർത്താന്. ആകാശം പർവ്വതങ്ങൾ ആണിയാക്കിന്നൊന്നും പറഞ്ഞത് ആർത്തി പറഞ്ഞൊന്നല്ല. അതൊക്കെ ഭൂമി ഇങ്ങനെ പരത്തിയിട്ടത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കനം വെച്ചതായിട്ട് അന്നത്തെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും. അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കാൻ സാധ്യതയില്ല. അല്ല അതിപ്പോ എന്തൊക്കെയായാലും നമുക്ക് ഇനിയും സംസാരിക്കാം. നിങ്ങള് എന്താ പറയാ, നമ്മള് ഇപ്പൊ എന്റെ വീഡിയോ കേട്ടിട്ടും നമ്മള് സംസാരിച്ചിട്ടും ആളുകൾ നാശാവും എന്നുള്ള ബേജാറൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ എന്നോട് കുറെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ നാശമായി പോവില്ലല്ലോ. നിങ്ങൾക്ക് ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിക്കാം, ചില കാര്യങ്ങൾ ചോദിക്കും പറയും ചെയ്യാത്രല്ലേ ഉള്ളൂ. പറയുമ്പോ ആശയവിനിമയങ്ങൾ നടത്താലോ. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാര് ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ തന്നെയാണ് പുതിയ ആശയങ്ങളും പുതിയ ഐഡിയകളും ഒക്കെ ഉണ്ടായി വരിക, പുതിയ ആൾക്കാർക്ക് ബോധ്യങ്ങൾ ഉണ്ടായി വരിക. അത് നടക്കട്ടെ, അത് ആരോഗ്യപരമായിട്ട് നടക്കട്ടെ. നിങ്ങൾ ഇടയ്ക്ക് വിളിക്കും. ഓക്കെ. ആയിക്കോട്ടെ, ശരി.